1.25 വർഷം മുമ്പ് കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിച്ച വാഴകളുടെ തൈകളാണിത്. ആ നീളമുള്ള ഇലയുള്ളത് ഏത്തവാഴയുടെ തൈയും മറ്റത് റോബസ്റ്റയുടെ തൈയുമാണ്. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ പോയി കാണണേ. അപ്പോൾ ആ വാഴ വളർന്ന് വലുതായി. ഇന്നിപ്പോൾ അതിലുള്ള കൊല വെട്ടുന്ന ദിവസമാണ്. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാണ് പപ്പ അത് വെട്ടാനായിട്ട് ഇറങ്ങിയത്. റോബസ്റ്റ എന്നാണ് എല്ലായിടത്തും പറയാറുള്ളത്, ഞങ്ങളതിനെ മോറീസ് എന്നാണ് പറയാറ്. അപ്പോൾ മോറീസിൻ്റെ ആ ഒരു കൊല മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഏത്തവാഴയുടെ തണ്ട് തുരപ്പൻ പുഴു കയറി അതിനെ തുരന്ന് ചീത്തായിപ്പോയി. നമ്മളത് ഒരുപാട് വൈകിയാണ് അറിഞ്ഞത്. അത് അറിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ വാട്ടമൊക്കെ തോന്നി നോക്കിയപ്പോൾ അതിൻ്റെ വാഴത്തടയിൽ മൊത്തം കുഴികളായിരുന്നു. അങ്ങനെ നമുക്കത് കൊലച്ചില്ല. ഏകദേശം കൊലയ്ക്കാറായ വാഴയായിരുന്നു. വാങ്ങിയിട്ട് വന്നത് ഞാനാണെങ്കിലും അത് നട്ടതും വെള്ളം ഒഴിച്ചതും വളം വെച്ചതൊക്കെ പപ്പയാണ്. എന്തായിരുന്നാലും അത്യാവശ്യം വലിയൊരു കൊല തന്നെ കിട്ടി. ഞാനും ചിക്കും കൂടെ മാക്സിമം ശക്തിയിൽ പിടിച്ചിട്ടാണ് നമ്മളങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ടിഷ്യൂ കൾച്ചർ വാഴയായിരുന്നതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുവന്ന് നട്ട സമയത്ത് ഭയങ്കര ചെറുതായിരുന്നു. അപ്പം അമ്മ ഇടയ്ക്കൊക്കെ നോക്കിയിട്ട് പറയാമായിരുന്നു, ഇതിപ്പോൾ ഇനി വലുതാവുകയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നു. പക്ഷേ സാധാ വാഴ പോലെ തന്നെ നന്നായിട്ട് വലുതായി. ടിഷ്യൂ കൾച്ചർ വാഴയെന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. തുടക്കത്തിൽ വളർന്ന് വലുതാവാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് സാധാരണ വാഴ പോലെ തന്നെയാണ് വളരുന്നത്. എന്തായിരുന്നാലും നമുക്ക് അത്യാവശ്യം വലിയൊരു വാഴക്കൊല തന്നെയാണ് കിട്ടിയത്. നമ്മൾ വാങ്ങി നട്ട് വളർത്തിയ വാഴയിൽ ഒരു കൊല ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മളത് വിറ്റൊന്നുമില്ല, നമ്മളെടുത്തു. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തു, എൻ്റെ വീട്ടിൽ കൊടുത്തു, എൻ്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് കൊടുത്തു. ഇതിപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. എല്ലാ പടലകളും ഒരുമിച്ചല്ലല്ലോ പഴുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ പടലയും നമ്മൾ പഴുപ്പിച്ച് കഴിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു, ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു.